പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹാവന്ദനത്തെ ചൊല്ലുന്നു. ഇന്നത്തെ ചിന്തക്കായിട്ട് 1 കൊരിന്ത്യർ 1:18 ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയും ആകുന്നു. പലർക്കും ഈ വചനം കേട്ട് പല വചനത്തിൽ നിന്ന് നമ്മളെ ഉറപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ ചിന്തയിലേക്ക് തന്ന ചില വാക്യങ്ങളും ചില വചനചിന്തകളുമായി ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവാത്മാവ് നടത്തുമാറാകട്ടെ. വചനം കേൾക്കുമ്പോൾ ദൈവശക്തിയായി വ്യാപരിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. അവൻ ഉന്നതനാണ്, അവൻ ശാശ്വത വാറയായ ഒരു ദൈവമാണ്. അവൻ ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഹാലേലൂയ. ഈ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ഇത് ദൈവശക്തിയാണ്. ഹാലേലൂയ. മറ്റുള്ളവർ ഈ ക്രൂശിനെ ദുഷ്ടന്മാർക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഈ ക്രൂശ് ഹാലേലൂയ കൊടുക്കുമ്പോൾ, എന്നാൽ ഈ ക്രൂശിൻ്റെ വചനം ഹാലേലൂയ ദൈവശക്തിയായി മാറുവാൻ കഴിയും. ഈ ക്രൂശിൻ്റെ അടുക്കൽ വന്നവ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനം ഹാലേലൂയ ഹാലേലൂയ ദൈവശക്തിയായി വ്യാപരിച്ചിട്ടുണ്ട്. ഈ ക്രൂശിൻ്റെ വചനം ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ജീവനേകുന്നവനാണ്. അവൻ സമൃദ്ധിയായി ജീവൻ തരുന്നതാണ്. ഈ ക്രൂശിൻ്റെ അടുക്കൽ വന്നാൽ നീ നിരാശപ്പെട്ടു പോകുകയില്ല, നീ അധൈര്യപ്പെട്ടു പോകുകയില്ല. എന്നെ ചിന്തിപ്പിച്ച ചില ചിന്തകൾ മാത്രം നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ടുവരുന്നു. കുറേനക്കാരനായ ശീമോൻ ക്രൂശ് എടുത്തു. ഹാലേലൂയ. അവനെ ക്രൂശ് എടുക്കുവാൻ നിർബന്ധിച്ചു. ഹാലേലൂയ. ഈ ക്രൂശ് എടുക്കുവാൻ ചില നിർബന്ധനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ക്രൂശ് ആർക്കും വേണ്ടാത്തതാണ്. എന്നാൽ ഈ ക്രൂശിൽ ഹാലേലൂയ കർത്താവായ യേശു ക്രിസ്തു ക്രൂശുമായിട്ട് വീണും എഴുന്നേറ്റും പോകുമ്പോൾ ഹാലേലു വായിൽ നിന്ന് കയറി വരുന്ന ഒരു ശീമോനെ കാണുവാൻ കഴിയും. അവനെ ഹാലേലു ആ പടയാളികൾ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ആ പടയാളികൾ ആ പരിചയം കൊണ്ടോ ആ കുന്തം കൊണ്ടോ ഹാലേലൂയ അവനോട് പറഞ്ഞു, ഈ ക്രൂശ് നീ ഒന്ന് ചുമക്കണം, ഈ ക്രൂശ് നീ ഒന്ന് എടുക്കണം. അപ്പോൾ അവൻ ഹാലേലൂയ ഈ ക്രൂശ് ആർക്കുള്ളതാണെന്ന് അവനറിയാം. ഇത് കള്ളന്മാർക്ക് കൊടുക്കുന്നതാണ്. ഹാലേലൂയ പിടിച്ചുപറിക്കാർക്ക് കൊടുക്കുന്ന, എനിക്ക് ഈ ക്രൂശ് വേണ്ട ഹാലേലൂയ എന്നും പറഞ്ഞവൻ ഒഴിവായിട്ടുണ്ടാകും. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, പടയാളികൾ ആ പരിച കൊണ്ടോ ആ കുന്തം കൊണ്ടോ ഒന്ന് തട്ടുവാനും കുത്തുവാനും തയ്യാറായപ്പോൾ, ചില കുത്തലുകളും തട്ടലുകളും നമ്മുടെ ജീവിതത്തിൽ കിട്ടിയപ്പോൾ ഹാലേലി ക്രൂശ് ശീമോനെ ഹാലേലി എടുക്കുവാൻ നിബദ്ധനായി. ഹാലേലൂയ അവനെ നിർബന്ധനാക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് അവൻ ഈ ക്രൂശ് എടുത്തത്. എന്നെ ചിന്തിപ്പിച്ചത്, ഇവൻ വയലിൽ നിന്ന് കയറി വരുന്നവനാണ്. വയലിൽ ജോലി ചെയ്ത് കയറി വരുന്ന ഹാലേലൂയ ഹാലേലൂയ ഒരു ശീമോനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഇവന്റെ രൂപവും ഭാവവും കണ്ടു കഴിഞ്ഞപ്പോൾ, ഇതും ഹാലേലൂയ യേശു ക്രിസ്തുവിനെ ഹാലേലൂയ 1 കുറഞ്ഞ് 39 അടി അവനെ അടിച്ചു. അവന്റെ പുറം ഉഴവ് ചാലുപോലെ ഉഴുതുമറിച്ചു എന്നാണ് യെശയ്യാപ്രവാചകൻ പറഞ്ഞത്. അപ്പോൾ അവന്റെ വസ്ത്രത്തിൽ ഹാലേലൂയ രക്തം പുരണ്ടിരുന്നു. ഹാലേലൂയ ദൈവക്രോധത്തിന്റെ ആ ചക്ക് തനിയെ ചവിട്ടിയവൻ എന്നാണ് പറഞ്ഞത്. ദൈവക്രോധത്തിന്റെ മുന്തിരിച്ചക്ക് തനിയെ ചവിട്ടിയവൻ, അവന്റെ രൂപം അതായിരുന്നു. അവനെ കണ്ടവനും വയലിൽ കണ്ടവനും ഒരുപോലെ തോന്നി പടയാളികൾക്ക്, ഇവനും അതുപോലെ യോഗ്യനാണ്, ഇവന് ആ ക്രൂശെന്ന് എടുക്കട്ടെ എന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ അത് വേഗത്തിലേക്ക് കടക്കുകയാണ്. ഹാലേലൂയ. ഈ ദൈവശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നുണ്ട്. ഈ ക്രൂശിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നുണ്ട്. ഹാലേലൂയ. അവനെ നിർബന്ധിച്ചു. അവൻ ആ ക്രൂശ് എടുത്തത് കൊണ്ട് അവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ ക്രൂശ് എടുത്തിട്ടുണ്ടെങ്കിൽ ഹാലേലൂയ ക്രൂശെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരുന്ന ഒരു സർവശക്തനായ ദൈവം നിങ്ങളുടെ മേലും പ്രവർത്തിക്കുന്നുണ്ട്. ഹാലേലൂയ. കുറേനക്കാരനായ ശീമോൻ ക്രൂശെടുത്തപ്പോൾ അവൻ്റെ മക്കൾ പ്രശസ്തരായി, ലുഫോസും അലക്സാണ്ടറും അവർ കർത്താവിൽ പ്രശസ്തരായെന്ന് ഗലാത്യ ലേഖനത്തിൽ എഴുതി വെച്ചുവാൻ ഇടയായി തീർന്നു. കണ്ട, ഈ ക്രൂശെടുത്തവരാരും നശിച്ചു പോയിട്ടില്ല. എന്നെ ചിന്തിപ്പിച്ച ഒരു വ്യക്തിയുണ്ട് കേട്ടോ, ക്രൂശെടുത്ത ഹാലേലൂയ 8-ാം നാളിൽ പരിച്ഛേദന
മുദ്രയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായനിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിന്റെ നീതി സംബന്ധിച്ച് അനന്ത്യൻ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിവാനിടയായി തീർന്നു. ഈ ഒരു ദൈവ പൈതലാകുവാൻ ഇവനും ഹല്ലേലൂയ ഈ ക്രൂശ് എടുക്കുവാൻ ഇടയായിത്തീർന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:20 വ്യക്തമായി ആ ദൈവദാസൻ അവിടെ വ്യക്തമായി പറയുന്നു, ഞാൻ ക്രിസ്തുവേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നെങ്കിലും എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ആ ദൈവപുത്രനിലുള്ള വിശ്വാസമാണ്. കണ്ടാണ് എന്താണ്? ഞാൻ ക്രിസ്തുവേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ചിന്തയിലേക്ക് ഒരു ചിന്ത ഞാൻ നിങ്ങളുടെയിലേക്ക് കൊണ്ടുവരുന്നു. എന്താണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്? വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയേ, ഞാൻ ക്രിസ്തുവേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി ഹല്ലേലൂയ 8-ാം നാളിൽ പരിച്ഛേദനേറ്റാണ്. ഒരു ഇസ്രായേൽ ജാതിക്കാരനായിരുന്നു. അവനെക്കുറിച്ച് പറയുന്നത് അവൻ ഇസ്രായേൽ ജാതിക്കാരനാണ്. ഹല്ലേലൂയ. ഒരു മറ്റുള്ള മതത്തെ അവൻ സ്വീകരിക്കുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തീയ മതത്തിനോട് എതിർപ്പുള്ളവനായിരുന്നു. ആ ഒരു വ്യക്തിയെ ദൈവാത്മാവ് വ്യക്തമായി അവനെ തൊട്ടു. ഹല്ലേലൂയ. അവനെ തൊട്ടപ്പോൾ അവൻ പറയുകയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ, ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ക്രൂശിൽ ഒരു വ്യക്തിയെ ക്രൂശിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മരണ അവസ്ഥയാണ്. പൗലോസ് പറയുക, എന്നെ ക്രൂശിച്ചു, എൻ്റെ കയ്യിൽ ആണിയടിച്ചു, ഇനി ഈ കൈ മറ്റുള്ള കരത്തിന് വേണ്ടി ഒരുങ്ങുകയില്ല. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കരം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നീ ക്രൂശിക്കപ്പെട്ടവനാണോന്നറിയണമെങ്കിൽ ഹല്ലേലൂയ നിന്നെതിരെ ഹല്ലേലൂയ എന്തെങ്കിലും വാക്ക് വന്നെങ്കിൽ, പ്രതികൂലങ്ങൾ വന്നെങ്കിൽ ഈ കൈ ചലിക്കാൻ കഴിയുകയില്ല. അതാണ് ക്രൂശ്. അതല്ല ഒരു മരക്കുരിശെടുക്കുന്നതല്ല ക്രൂശ്. ഈ കരത്തിൽ ആണിയടിക്കപ്പെട്ടു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ചങ്ങലയാവുന്ന ക്രൂശ് അവനിലേക്ക് പതിയപ്പെട്ടു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നെങ്കിലും എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രനിലുള്ള വിശ്വാസമാണ്. അപ്പം ഇനി അവൻ്റെ കൈ ചലങ്കടങ്ങളെല്ലാം ഹല്ലേലൂയ, അവൻ്റെ നാവ്, അവൻ്റെ നോട്ടം, അവൻ്റെ ചിന്ത, അവൻ്റെ എല്ലാം ക്രൂശിക്കപ്പെട്ടു. ഒരു ക്രൂശിക്കപ്പെട്ട വ്യക്തി ഹല്ലേലൂയ എന്ത് പറഞ്ഞാലും അവന് മിണ്ടാൻ പറ്റുകയില്ല. അവൻ മരണത്തിനു തുല്യമായി അവനെതിരെ പല വാക്കുകളും പറയും, പല പ്രവൃത്തികളും വരും. അവൻ്റെ നാവിന് മിണ്ടാൻ പറ്റില്ല. അവൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് അവന് വ്യക്തമായി പറയുന്നത്. ആ ശക്തി അവൻ അനുഭവിക്കപ്പെടുവാനിടയായിരുന്നു. 2 കൊരിന്ത്യർ 4:7 പറയുന്നു, ഹല്ലേലൂയ, വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ടു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. ദൈവത്തിൻ്റെ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല. ദൈവത്തിൻ്റെ ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിലാണുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. ഈ മർത്യശരീരത്തിൽ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. കണ്ട, ഇതാണ് ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ വ്യാപരിക്കുന്നത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം ഹല്ലേലൂയ
മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. കണ്ട, ഈ ഒരു അത്യന്ത ശക്തി നമ്മുടെ മേലുള്ളതുകൊണ്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് ഈ ലോകത്തിലുള്ളതിനേക്കാൾ ഞാൻ യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവമക്കളെ, ഇത് ഹല്ലേലൂയ സ്നേഹക്കൊടിക്കീഴിലാണ്. ക്രൂശിന്റെ വചനം സ്നേഹത്തിന്റെ കൊടിക്കീഴാണ്, ശക്തി പകരുന്നതിനാണ്, കൃപ പകരുന്നതാണ്. നിന്റെ ജീവിതത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കുവാൻ, നിന്റെ ജീവിതത്തിലേക്ക് പ്രതികൂലത്തിലെ മാറ്റുന്നതാണ്. പല കൊടികളും ഇന്നുണ്ടട്ടോ, എന്നാൽ ഈ സ്നേഹക്കൊടി ഹല്ലേലൂയ നമ്മളിലേക്ക് വിരിച്ചത് കാൽവറി ക്രൂശിലാണ്. ഹല്ലേലൂയ 1 കൊരിന്ത്യർ 10:3 പറയും, എല്ലാവരും ഓരോ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഓരോ ആത്മീയ ആഹാരം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. കണ്ട, എത്ര ശ്രേഷ്ഠമായിരുന്നു. പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന ആ ക്രിസ്തു പുതിയ നിയമത്തിൽ നമുക്ക് വെളിപ്പെടുവാനിടയായിത്തീർന്നു. അത്രമാത്രം സ്നേഹമായിരുന്നു. നമ്മളെ ചിന്തയിലേക്ക് ദൈവം ഈ ഭൂമിയെ ദൈവ മക്കൾക്ക് വേണ്ടി തൻ്റെ പിതാവ് പുത്രനെ തന്നു. പുത്രനോ തൻ്റെ ജീവൻ തന്നു. ഹല്ലേലൂയ, ദൈവസഭയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു വാക്കും കൂടി പറയുകയാണ്, ഹല്ലേലൂയ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിടുവിച്ചു. കണ്ട, എത്ര ശ്രേഷ്ഠമായ ആ പ്രവൃത്തിയാണ് വെളിപ്പെട്ടതെന്നറിയാവോ? സ്വർഗീയ മഹിമകളെ, മക്കൾ അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ ആ പുത്രത്തിന്റെ ആത്മാവ് തന്നു. ഹല്ലേലൂയ. നമുക്ക് മാത്രമേയുള്ളൂ ദൈവത്തെ അപ്പാന്ന് വിളിക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവരാരും അപ്പാന്ന് വിളിക്കാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടില്ല. അനേക ദൈവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ ആ പുത്രത്തിന്റെ ആത്മാവ് തന്നു. അതാണ് അവിടെ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഈ വചനം കേൾക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കൊണ്ട് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. എന്താണ്? മരണഭീതി നിന്നെ വാഴുന്നുണ്ടോ? ഹല്ലേലൂയ. പിശാചിന്റെ ചില വെല്ലുവിളികൾ നിന്നെ വാഴുന്നുണ്ടോ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ, ഹേ മരണത്തെ ജയിച്ചവൻ നിന്നോട് കൂടിയുണ്ട്. എന്റെ മേൽ നീട്ടിയിരിക്കുന്ന ആ സ്നേഹക്കൊടിയുണ്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ പണ്ടപ്പോൾ പല കുടിക്കീഴിലും പോയിട്ടുണ്ട്. എന്നാൽ ഹല്ലേലൂയ ഈ അത്യന്ത ശക്തിയാവുന്ന ഈ സ്നേഹക്കൊടി കീഴിലേക്ക് കർത്താവ് നിന്നെ മാടി വിളിക്കുന്നു. മകനെ, മകളെ എന്ന് നിന്നെ മാടി വിളിക്കുന്നുണ്ട്. ഈ അത്യന്ത ശക്തി, ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്കാണ് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാകുന്നു. ഇതറിഞ്ഞ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമുണ്ട്, ഞാൻ സകലതും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. എനിക്ക് ലാഭമായിരുന്നതല്ല ഞാൻ ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നുണ്ട്. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണ സംബന്ധമായി ഞാൻ മരിച്ചു. ഞാൻ ക്രിസ്തു യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നെങ്കിലും എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ആ ദൈവപുത്രനിലുള്ള വിശ്വാസം. ഈ വചനം കേൾക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഞാൻ ഇന്നു മുതൽ ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവായിരിക്കും. എൻ്റെ ജഡമെല്ലാം ഞാൻ ക്രൂശിക്കുന്നു. എൻ്റെ നാവ്, ദൈവഹിതമില്ലാത്ത എൻ്റെ നാവിനെ ഞാൻ ക്രൂശിക്കുന്നു. ദൈവഹിതമില്ലാത്ത എൻ്റെ നോട്ടത്തെ ഞാൻ ക്രൂശിക്കുന്നു. ദൈവഹിതമില്ലാത്ത എൻ്റെ കരത്തെ ഞാൻ ക്രൂശിക്കുന്നു എന്ന് പൗലോസ് വ്യക്തമായി ഒരു ഹല്ലേലൂയ ദൈവിക നിയോഗം പ്രാപിച്ചപ്പോൾ അവനെ ദൈവശക്തി വ്യാപരിക്കുവാനിടയായിട്ടു. അങ്ങനെ അവനിൽ വ്യാപരിച്ചപ്പോഴാണ് ഹല്ലേലൂയ അവനെ തടുത്തതും അവനെ നിർത്തിയെടുത്തത് ദൈവകൃപയാണ്. അതുകൊണ്ടാണ് അവനിലേക്ക് ദൈവശക്തി വ്യാപരിച്ചത്. അതുകൊണ്ട് അവൻ പറയുക, 8-ാം നാളിൽ ഞാൻ പരിച്ഛേദനയേറ്റവനാണ്. പലർക്കും പാരമ്പര്യത്തിൽ പുകഴുവാൻ കഴിയും. അവർ നിൽക്കുന്ന ഏത് രാജ്യക്കാരനാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും അവനതിൽ പുകഴുവാൻ കഴിയും. അവൻ പുകഴ്ന്നുകൊണ്ട് പറയുകയാണ്, 8-ാം നാളിൽ ഞാൻ പരിച്ഛേദനയേറ്റവൻ.
ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രാഹിം ജനിച്ച എബ്രാഹിം, ന്യായപ്രമാണ സംബന്ധിച്ച് പരീക്ഷൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചൻ, ന്യായപ്രമാണത്തിൽ നീതി സംബന്ധിച്ച് അനന്ത്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു നിമിത്തം വല്ല ഛേദമായി എണ്ണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു നിമിത്തം നീ ക്രൂശിക്കപ്പെട്ടുള്ളൂ. നിന്നെ പ്രതികരിക്കുന്നവർക്ക് നിന്റെ നാവ് പ്രതികരിക്കാൻ പൊങ്ങുമ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ എൻ്റെ നാവ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഇനി പഴയ നാമനി ഞാൻ എടുക്കുകയില്ല. പൗലോസ് പിന്നെയും പറയുന്ന എഫെസ്യ ലേഖനത്തിൽ പറയുന്ന, ഞാൻ മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ ഞാനൊരു പുതിയ സൃഷ്ടിയാണ്, പഴയത് ഇതാ കഴിഞ്ഞു പോയിരിക്കുന്നു. ക്രൂശിന്റെ മകനാണ് ഞാൻ, ക്രൂശിക്കപ്പെട്ട ജീവിയാണ് ഞാൻ, ക്രൂശിക്കപ്പെട്ട ഒരു മകനാണ് ഞാൻ, ക്രൂശിക്കപ്പെട്ട വ്യക്തിയാണ്. എന്നിൽ പഴയ സ്വഭാവം എന്നിൽ ഉണ്ടാകുകയില്ല. എങ്കിലും ഈ അത്യന്ത ശക്തി എൻ്റെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനം എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം നമ്മുടെ മൺപാത്രങ്ങളിലാണ്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും നിരാശപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടുന്നു. കർത്താവ് ഈ വചനങ്ങളാ നിങ്ങളെ ഓരോരുത്തരെയും, ഈ മരണത്തിന്റെ അധികാരി നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ആ മരണത്തെ ജയിച്ചവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ചില വ്യക്തികൾക്ക് വിടുതൽ വ്യാപരിക്കും. രേതന ഹർഘമന ഹർത്തപ്പൗട വീര മന സ്തുതി വിരക്ഷന്തം അൽക്കപനി ധീപരപരപരപരപക്ഷ. ദൈവകൃപ യാവരിക്കട്ടെ. പ്രാർത്ഥന വിഷയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ 05277568118 ഇതിലേക്ക് വിളിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.